ഇന്നൊരു റൈഡിങ് വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം വൈറ്റില ഡെക്കാത്തറിൻ്റെ മുന്നിൽ ബുള്ളറ്റുകൾ ഇങ്ങനെ നടത്തി വെച്ചേക്കുന്നതാണ്. ഈ റൈഡ് എന്ന് പറഞ്ഞാൽ 10-20 കൊല്ലമായിട്ട് ഇങ്ങനെ നടത്തി വരുന്ന റൈഡാണ്. പുറത്തുനിന്നുള്ള ഗസ്റ്റുകളായിട്ട് ഒരു ബുള്ളറ്റ് ടൂർ, അതാണ് ഈ റൈഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പോണത് സിംഗിളായിട്ടായിരിക്കും പോണത് വണ്ടിയിൽ. അത് അവിടുന്ന് ഫോറിനേഴ്സായിട്ട് റൈഡായിരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഇത് 20 കൊല്ലത്തോളമായിട്ട് നടത്തി വരുന്നതാണ്. ഇത്തവണ നമ്മൾ അർത്തുങ്കൽ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ആ ഗസ്റ്റ് വന്നത്. ഇത് ഇത്തവണ വന്നത് ഫ്രാൻസിൽ നിന്നുള്ള ഗസ്റ്റാണ്. അത് ഏരിയാസ് അഷുറൻസ് കമ്പനിയുടെ ഗസ്റ്റാണ് ഫ്രാൻസിലുള്ള. പിന്നെ ഇത് ഈ ഒരു ബുള്ളറ്റ് ടൂർ നടത്തുന്നതെന്ന് വെച്ചാൽ മാർവൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഓണറായ ഷിജോ സാറാണ് ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഈ ടൂർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ചങ്ക് ബ്രോ സജു ആണ്. സജു വർഷങ്ങളായിട്ട്, ഞാൻ പറഞ്ഞത് 20 കൊല്ലത്തോളമായിട്ട് ഇത് ചെയ്തു വരുന്നതാണ്. 200 വണ്ടി വരെയുള്ള ബുള്ളറ്റ് ടൂറൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ 55 ബുള്ളറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള മിക്ക ബുള്ളറ്റ് മെക്കാനിക്കുമാരും അതുപോലെ ബുള്ളറ്റ് ഭ്രാന്തന്മാർ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രേമികൾ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള റൈഡാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, ചിലപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റില്ല, അപ്പോൾ അടുത്ത ആൾ വരും, അങ്ങനെയൊക്കെയാണ് പോകണത്. അപ്പോൾ ഇത്തവണ 55 വണ്ടിയായിരുന്നു. നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അർത്തുങ്കൽ പള്ളിയുടെ മുമ്പിൽ വാതിക്കൽ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്താണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് ഇച്ചിരി ഡാർക്കായി പോയി, വെയിലായി കാരണം. വീഡിയോയിൽ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. ഫോട്ടോ വെച്ചിട്ട് എത്തിയതിന് ശേഷം ഇത് അർത്തുങ്കലിൽ നിന്ന് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് കൊണ്ടുപോയി ഇറക്കണം. ഫോട്ടോ വെച്ച് കൊണ്ടുപോയി ഇറക്കണം. അത് അവിടം വരെയുള്ള റൈഡാണ് ഇത്തവണ പ്ലാൻ ചെയ്തേക്കുന്നത്. പല ടൈമും പല രീതിയിലായിരിക്കും കേട്ടോ, അത് ഓരോ പ്ലാനിങ്ങും. പിന്നെ ഇത്തവണ വന്നേക്കണേ പറഞ്ഞല്ലോ, ഫ്രാൻസിൽ നിന്നുള്ള ഗസ്റ്റാണ്. അവർ തിരുവനന്തപുരം, അതുപോലെ തേക്കടി, കുമരകം, പിന്നെ കൊച്ചി, അങ്ങനെയാണ് അവരുടെ ടൂർ പാക്കേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഈ ഓരോ ബുള്ളറ്റിൽ വന്നേക്കണം. നമ്മൾ സിംഗിളായിട്ട് റൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവരെ വണ്ടിയിൽ ഓരോരുത്തരുടെ വണ്ടിയിൽ ഓരോ ഗസ്റ്റിനെ കയറ്റിയിട്ട് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് കൊണ്ടുപോയി ആക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം റൈഡിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ പണിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ കയറിയ ആ ഗസ്റ്റ്, അദ്ദേഹത്തിനെ കൊണ്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുപ്പിച്ചായിരുന്നു ഫോൺ വഴിക്ക്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അലൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അലൻ എന്നാണ്. അവരുടെ ഒരു പ്രൊണൗൺസിയേഷൻ വേറെ രീതിയിലായിരിക്കില്ല. അപ്പോൾ ആളെൻ്റെ വണ്ടിയുടെ അവിടെ ഓൾറെഡി വന്ന് ഹെൽമെറ്റൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ വണ്ടിയാണെന്ന് അദ്ദേഹത്തിനോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും വണ്ടിയിൽ കയറും. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഭയങ്കര ഒരു മൂടാണ്ട്. രാവിലെ അങ്ങോട്ട് പോകും വണ്ടി എടുത്തിട്ട്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ റൈഡ് പോയി ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ്. ബുള്ളറ്റ് പ്രേമികളും എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ഇതാണ് അലൻ പറയണത്. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അലൻ മനസ്സിലാവുന്നത്. രസമായിരുന്നു. എന്തായാലും ഇല്ലട്ടാ, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷല്ലല്ലോ അവരുടെ ഇംഗ്ലീഷ്. മലയാളം തന്നെ ഒരു കണക്കിനെ പിടിച്ചിരിക്കണം. അലനായിരുന്നു എൻ്റെ ബാക്കിൽ. അലനെ കൊണ്ടൊരു ക്ലിപ്പ് പഠിപ്പിച്ചായിരുന്നു ഞാൻ പോകേണ്ടത്. ഇത് ഞാൻ പിന്നെ റൈഡിന് വേണ്ടി ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് ചേട്ടനെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ്. കാരണം അവിടെ വണ്ടി വെച്ചിട്ട് പോയി എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് അർത്തുങ്കൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നേരെ ഇനി ഫോർട്ട് കൊച്ചിക്കാണ് ഈ വണ്ടികൾ, ഈ 55 വണ്ടികളും പോകണം കേട്ടോ അങ്ങോട്ട്. ഫോർട്ട് കൊച്ചിയിൽ ബ്രണ്ടൻ ബോട്ട് യാർഡിലേക്കാണ് പോകണം. അവിടെ നിന്ന് ഇവർ ലഞ്ച് കഴിച്ചതിന് ശേഷം അന്നത്തെ ദിവസം ഹയാത്തിൽ സ്റ്റേ ചെയ്ത് നേരെ പിറ്റേ ദിവസം ഇവർ ഫ്രാൻസിലേക്ക് തിരിച്ചു പോയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൈഡിൻ്റെ ഇടയിൽ ഞാൻ ആളിനെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അന്തകാരണി ബീച്ചിൻ്റെ അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ മേളിലൂടെ വണ്ടികൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് റൈഡിങ്ങിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഗസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഒരു രീതിയിൽ അവർക്കൊരു ഇതുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എന്നാലും ഒന്ന് നിർത്തിയൊരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ബ്രണ്ടൻ ബോട്ട് യാർഡ് ഇവിടെ എത്തി. അവർ ഇന്ന് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയാത്തിൽ സ്റ്റേ പിറ്റേ ദിവസം പോയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങുകൾ ബുള്ളറ്റ് വരുന്ന ഒരു കാഴ്ച കണ്ടാണ്. കുറേ പേര് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം എടുത്ത ക്ലിപ്പാണ് കാണുന്നത്. നമ്മളിവിടെ നിന്നിട്ട് കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കാരണം എല്ലാവരും കുറച്ച് പേര് പുറത്തേക്ക് പോയി. അതിന് ശേഷം പിന്നെ അപ്പുറമൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു. പല സ്ഥലത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. കാരണം അത്രയും വണ്ടികൾ വന്നപ്പോൾ അവിടെ തിങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റുള്ള ഗസ്റ്റുകളുടെ വണ്ടിയും ഉണ്ട് അവിടെ കൊണ്ട്. അതുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോയി പല സ്ഥലങ്ങളിലായിട്ടാണ് വണ്ടിക്ക് വെച്ചത്. അതിൻ്റെ അകത്ത് എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ റൈഡ് വരുമ്പോൾ ഫ്രീ ആണ് ഈ സമയം കണ്ടിട്ട് എങ്ങനെയെങ്കിലും പോകും. കാരണം എല്ലാവരും കൂടി ഈ കൊച്ചിയിലുള്ള എല്ലാവരും കൂടി ബുള്ളറ്റ് പ്രേമികളെല്ലാവരും ഒത്തുകൂടുന്നു. അവരൊത്ത റൈഡ് അതൊരു രസമാണല്ലോ. രാവിലെ പോവും, വൈകുന്നേരം ആകുമ്പോൾ ഫ്രീ ആവും. നമ്മുടെ വണ്ടികളൊക്കെ അവിടെ നിരത്തി വെച്ചേക്കാണ് കാണുന്നത്.
അപ്പോൾ ഈ റൈഡ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം കിട്ടുന്ന പോലെ ഇപ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസം ഒരു വർക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അല്ലാത്ത പക്ഷെ നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തി ഇതിനകത്ത് പങ്കെടുക്കുക അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ പറയുക ഒരു റൈഡിങ് മൂഡ് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു വൺ ഡേ ട്രിപ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും വരാറുണ്ട്, ഞങ്ങളെല്ലാവരും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനൊരു അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യണം നമ്മുടെ സജി ബ്രോ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസിയാണ് കാര്യങ്ങൾ. എന്തായാലും സജി ബ്രോ വർഷങ്ങളായിട്ട് 20 കൊല്ലമായിട്ട് ചെയ്തു വരുന്നതാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് കാണിക്കുന്നുണ്ട്, വീഡിയോ ആണ്, ഫോട്ടോ അല്ല വീഡിയോ ആണ്. എല്ലാവരും ഇല്ല, കുറച്ച് നേരം അപ്പുറത്താണ്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.